ഒരുപാടൊന്നും വേണ്ടാന്നേ, ഒരു കപ്പ് റവ മതി. അതാ മിക്സി ജാറിലേക്ക് ഇട്ടോ. ആവിയിൽ വേവിച്ചെടുക്കണം. നല്ല ടേസ്റ്റിലൊരു സാധനം കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കപ്പ് റവ, പിന്നെ അരക്കപ്പ് നിറയെ തേങ്ങ ചിരവിയത്, 1/4 ടീസ്പൂൺ വീതം ഉപ്പ്, ഇൻസ്റ്റന്റ് ഈസ്റ്റ്, ചെറിയ ജീരകം, പിന്നെ ചെറിയ രണ്ടല്ലി വെളുത്തുള്ളി. എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പിന്റെ അടുത്ത് പഞ്ചസാരയും കൂടി ഇട്ട് ഇപ്പോൾ ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് അരക്കപ്പ് ഇതിലേക്ക് ഒഴിച്ച് ചെറിയൊരു തരിതരിപ്പോടെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ആ ബാക്കിയുള്ള അരക്കപ്പ് വെള്ളം മിക്സി ജാറിലേക്ക് ഒഴിച്ച് അത് ഇതിലേക്ക് ഒഴിച്ച് കൈ വെച്ച് തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ ഒന്നങ്ങ് മൂടി വെക്കാം. 2 മണിക്കൂർ കഴിയുമ്പോൾ മാവ് നല്ല പോലെ പൊങ്ങി വരും. എന്നിട്ട് ആ പതയൊന്നും പോകാതെ പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആവി വരുന്ന ഇഡ്ഡലി ചെമ്പിൽ ഞാൻ നെയ്യൊക്കെ തടവി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കാട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് റെഡിയാക്കി എടുത്താൽ നല്ല പഞ്ഞ പോലുള്ള ആ ജീരകം, ഉള്ളി, അതിൻ്റെയൊക്കെയും ചെറിയൊരു ഫ്ലേവറൊക്കെയുള്ള റവ കൊണ്ടുള്ള അപ്പം റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കല്ലേ, സെറ്റാണ്. ധൈര്യമായിട്ടാക്കിക്കോ.